അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെയും മീൻകറിയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണനെ വിളിച്ചിട്ടുണ്ട്, കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, കണ്ണാ നീ ചട്ടിപ്പുട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, ചട്ടിപ്പുട്ടോ അതെന്തുവാ? ഞാൻ പറഞ്ഞു, കടകളിൽ പോലും കിട്ടുമോയെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ നമ്മുടെ വീട്ടിൽ കിട്ടും, വേണമെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കാം. നിസ്സാരം, വലിയ പണിയൊന്നുമില്ല. ഇതുപോലൊരു വലിയ മീൻ പൊള്ളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ കേരമീനോ അങ്ങനെ എന്ത് വേണമെങ്കിലും പൊള്ളിക്കാം കേട്ടോ. ഇതുപോലെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക, തലേന്ന് പൊള്ളിച്ച് കുടംപുള്ളി ഇട്ടിട്ട് തലേന്ന് പൊള്ളിച്ച് അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അത് വേറെ കാര്യം. ഇങ്ങനെ അങ്ങ് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. ചട്ടിക്കകത്ത് തന്നെ, ആ ഉണ്ടാക്കിയ ചട്ടിക്കകത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് പച്ച സവോളയും അതുപോലെ തക്കാളി നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അറിയാമെന്നില്ല. പിന്നെ മിണ്ടിയില്ല കേട്ടോ, മിണ്ടാന്നാൽ പിന്നെ അത് അരിഞ്ഞ് വെക്കണ്ടേ, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു തന്നതാണേ. ഇതെല്ലാം അരിഞ്ഞ് വയ്ക്കുക, എന്നിട്ട് ഈ മീനെടുത്ത് അതിൻ്റെ മുകളിലോട്ട് വയ്ക്കുക, സെർവ് ചെയ്യുക, അത്രേ ഉള്ളൂ, ചട്ടിപ്പുട്ട് റെഡി. അപ്പോൾ ഇവൻ പറഞ്ഞ് ചട്ടി ചോറ് കേട്ടിട്ടുണ്ട്, ചട്ടിപ്പുട്ട് ആദ്യമായിട്ടാണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ചിലപ്പോൾ കടയിൽ കിട്ടുമായിരിക്കും. സംഭവം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ നിന്നാലും ആദ്യം എൻ്റെ വയലോട്ട് വെച്ച് തരും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും എൻ്റെ വയലോട്ട് വെച്ച് തരും. അതിന് ടെസ്റ്റ് അടിക്കണതാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാനിതുപോലെ ഒരു സാധനം ടെസ്റ്റ് ചെയ്യാറുണ്ടേ. പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ എന്ത് സാധനം വെച്ചാലും എൻ്റെ വയലോട്ട് വെച്ച് തന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഞാനപ്പോൾ പൊട്ടയാണെങ്കിലും സൂപ്പറാണ് കണ്ടാൽ കഴിക്കുമെന്ന് പറയും. പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ തലേന്ന് ഉണ്ടാക്കിയ കറിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിരുന്നു തന്നെ. പിന്നെ എൻ്റെ വയറ് ഓൾറെഡി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ കഴിക്കാനായിട്ട് താല്പര്യപ്പെടാറില്ല. പിന്നെ എനിക്ക് മീനും അങ്ങനെ വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാൽ പോലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാ തുറന്ന് കൊടുക്കും. മറ്റേ കിളിക്കുഞ്ഞിന് അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വാ തുറന്ന് കൊടുക്കില്ലേ, അപ്പോൾ ഇങ്ങനെ കിളിക്കുഞ്ഞിൻ്റെ വായിൽ ഓരോ ഫുഡിങ്ങനെ വെച്ച് കൊടുക്കുന്ന പോലെ എനിക്കിൻ്റെ വായിൽ ഓരോന്ന് വെച്ച് തരുമ്പം രണ്ടിട്ട് കാര്യം. അതായത് എനിക്ക് കയ്യും കഴുകണ്ട, പാത്രവും കഴുകണ്ട, പിന്നെ എൻ്റെ വിശപ്പും കിടും. ഇത് സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിപാടി നടക്കുകയും ചെയ്യും. എനിക്കിപ്പോൾ പച്ചക്കറി അരിഞ്ഞ് വെക്കണമെങ്കിൽ സുഖമായിട്ട് വെക്കാം, എൻ്റെ പരിപാടിയെല്ലാം നടക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് വാരി കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ, പാത്രമെല്ലാം കഴുകി വെക്കുക, കഞ്ഞി വയ്ക്കുക, നാളത്തേക്കുള്ളത് കിടന്നുറങ്ങുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.